സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം. ദുരന്ത നിവാരണ വകുപ്പിനോടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ആർ ശ്രീത് വിവരങ്ങൾ മാറ്റിയിരുന്നു. ശ്രീത്ത്, എന്നെ ഒരു കണക്കെടുക്കേണ്ടതായിരുന്നു ഈ കണക്ക്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകുന്നത്? അതിന്റെ തുടർ നടപടി എന്താകുമെന്നാണ് കരുതേണ്ടത്? ശ്രീജിത്ത്. ഹാഷ്മി, സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രി കെട്ടിടങ്ങളും തകർന്ന് അടുത്തിടെയുണ്ടായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചത്. മന്ത്രിമാരടക്കം പങ്കെടുത്തുകൊണ്ട് ചേർന്ന ഉന്നതതല യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ബലഹീനമായ കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കണം എന്നതാണ്. ദുരന്ത നിവാരണ വകുപ്പിനാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി നടത്തേണ്ടവ എന്നിവ സംബന്ധിച്ച പട്ടിക വേർതിരിച്ച് നൽകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സ്കൂൾ കെട്ടിടങ്ങൾ മറ്റും പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും PTA വിദ്യാഭ്യാസ വകുപ്പും അതിനുള്ള സംവിധാനങ്ങൾ പകരം ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ. സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുമ്പോൾ അവധി ദിവസങ്ങൾക്ക് മുൻതൂക്കം നൽകി വേണം അത്തരം തീയതികൾ തീരുമാനിക്കാൻ. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ സോഫ്റ്റ്വെയർ രൂപീകരിക്കുമെന്നുമുള്ള ഈ ഉന്നത യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ കാര്യങ്ങൾ പരിശോധിക്കാൻ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് വകുപ്പ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ചേർന്ന് പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തണം. കാരണം തേവലക്കര സ്കൂളിലെ മിഥുൻ്റെ മരണമടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും കോട്ടയത്ത് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു സുരക്ഷാ ഓഡിറ്റിന് സമാനമായ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.